അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. നിനക്ക് എന്താ അറിയണ്ട? വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കാം. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. എന്താ എന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല. ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? ഹലോ, എന്തേ? ആരെ കോളിംബിൽ അടിക്കുന്നുണ്ട്? ഞാൻ ചിരിച്ചതാ. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഉഫ്, അങ്ങനെയൊന്നും ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. അല്ല, മനസ്സിലായി. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ. I have lot of double meaning talks with my boyfriends, girlfriends. I have lot of double meaning talks with my boyfriends. I have lot of double meaning talks with my boyfriends. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അപ്പൊ ചേച്ചിക്ക് സംസാരിക്കാം, അത് തെറ്റല്ല. ചേച്ചിയുടെ ഒരു സുഹൃത്ത് ചേച്ചിയോട് സംസാരിച്ചാൽ അത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അയാളുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുക. എനിക്ക് നല്ല പുളിച്ച തെറി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം യോജിച്ചതല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.